ए हमारा अधिकार है ഇതിൽ സൂചന കാ അധികാർ നിയമം 2005 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ ആ കാനൂനിൽ അതായത് നിയമമാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു പിക്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, കൊളാജ് ദേക്ക്. ആ ഒരു പിക്ചർ അവർ തന്നിരിക്കണേണ്. ഒരു ഈഗിളിൻ്റെ പടത്തിൻ്റെ അകത്ത് കുറേ കുട്ടികളുടെ ഒരു പടം തന്നിട്ടുണ്ട്. അതെന്താ സൂചിപ്പിക്കുന്നത് നോക്കാം. ഈ ദൃശ്യനെ ആപ്കെ ദിൽ മേ കൗൺ സി പ്രതിക്രിയ ജെ. അപ്പോൾ ഈ ദൃശ്യം നിങ്ങളുടെ മനസ്സിനെ എന്ത് ഭാവനയാണ് ഉണർത്തിയിരിക്കുന്നത്? കൊളാജ് കേലിയെ ഉചിത് പാദട്ടിപ്പണി ലിക്കെ. ഇതിലേക്ക് ഒരു അടിക്കുറിപ്പ് എഴുതുക. പാദട്ടിപ്പണിക്ക് പരക് മീരിയോസെ. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ദൃശ്യത്തിൽ ആക്കി ദിൽ മേ കോൺസി പ്രതിക്രിയ, ഇത് നമുക്ക് ഈ പിക്ചർ കാണുമ്പോഴത്തേക്കും മനസ്സിലുണ്ടാകുന്ന ഭാവന എന്താണ്? അപ്പോൾ അതിൻ്റെ അകത്ത് ആൻസർ ഹമാരെ ദേശ് മേ ബാലശ്രം കർണേ വാലെ കൈ ബച്ചെ. അതായത് നമ്മുടെ ദേശത്ത് ബാലവേല ചെയ്യുന്ന ഒത്തിരിയധികം കുട്ടികളുണ്ട്. കഠിൻ കാം കർക്കെ ജീത്തെ സമയ ബി ഉൻകെ മൻമേ കൈ പ്രതീക്ഷായം രഹത്തി ഹെ. കഠിനമായ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അവരുടെ മനസ്സിൽ നല്ല നല്ല പ്രതീക്ഷകൾ ഉണ്ട്. बालश्रम रूबी भाज निरी बचपनों को उड़ाते वक्त भी वे अपना भविष्य सुंदर आशावरी आंखों से देखने को उत्सुक रहते. അതായത് കുട്ടികളെ ഭയങ്കരമായി അതായത് ദ്രോഹിച്ചുകൊണ്ട് ഓരോ ജോലിയൊക്കെ ചെയ്യിക്കുന്ന സമയത്ത് പോലും ആ കുട്ടികളുടെ സുന്ദരമായൊരു ഭാവി, അവരുടെ പ്രതീക്ഷകളുടെ കണ്ണുകളിലുള്ള പ്രതീക്ഷ, ഇതെല്ലാം നമുക്ക് അവരെ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ അവരുടെ കണ്ണുകളിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയാം. നെക്സ്റ്റ് കൊളാജ് കേലിയെ ഉചിത് പാദ ടിപ്പണി ലിഖിയെ. അതിന് വേണ്ടി ഒരു അടിക്കുറിപ്പ് എന്ന് വെച്ചാൽ ബാലശ്രം ഖാദക് ഗീത്. അതായത് ഇതിനകത്തൊരു ഈഗിളിനെ തന്നിരിക്കുന്നത്, ആ ഈഗിളിൻ്റെ ഒരു പിക്ചറാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ബാലവേലയ്ക്ക് ഒരു ഈഗിള് അവർ ദ്രോഹിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ആ പിക്ചർ തന്നിരിക്കുന്നത്. പാദ പരക് മേരി ഓർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അടിക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യാത്ര ഏതെങ്കിലും ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. സമുച്ചി ഭാവ്കോ ആത്മസാത് കിയാ ഹേ പ്രഭാവശാലി ഹേ. ഈ 3 പോയിൻറ്റ്സാണ് അതിനകത്ത് ഏത് വേണം എന്നുള്ളതാണ്. അപ്പം മേരി ഓസ് എന്ന് എൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് ഇനി അടിക്കുറിപ്പായിട്ട് വന്നത് ലക്ഷ്യാർത്ഥ് പർ കേന്ദ്ര, അതായത് ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ചുള്ളതായിരിക്കണം എന്നതാണ് എൻ്റെ അടിക്കുറിപ്പ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള അതായത് കൊളാജ് നോക്കിയിട്ട്, അതായത് ഇതിൻ്റെ അകത്ത് വേലകളെക്കുറിച്ചുള്ള പരാതികളാണ്. അപ്പോൾ അതിനെ സൂചിപ്പിച്ചിട്ടുണ്ട് സാർവജനിക് സൂചന അധികാരിക്ക് ലെറ്റർ അയക്കണേണ്. ആ ലെറ്ററിൽ സേവാമേ സാർവജനിക് സൂചന അധികാരി, അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനാണ് അയക്കുന്നത്. റോസ്ഗാർ മന്ത്രാലയ് ഭാരത് സർക്കാർ നൈദില്ലി, തൊഴിൽ മന്ത്രാലയം ഭാരത് സർക്കാർ നൈദില്ലി, അവിടേക്കാണ് 2 അഡ്രസ്സ് കൊടുക്കുന്നത്. ഒന്നാമത്തേത് ആവേദകനം, അതായത് ആരാണോ ആപ്ലിക്കൻ്റ് അവരുടെ പേര് കൊടുക്കണം, ഹരിത എം. രണ്ടാമത്തെ പോയിൻ്റ് ഡാക്ക് ക പൂരാപത, അതായത് പോസ്റ്റ് ഓഫീസിൻ്റെ പൂർണ്ണമായ അഡ്രസ്സ് ഹരിതം ശാന്തിനഗർ തിരുവനന്തപുരം 22. നെക്സ്റ്റ് സൂചനാക്ക വിഷയം, എന്തിനെ സൂചിച്ചുള്ള വിഷയമാണ് എന്നുള്ളത്. ബാലശ്രമക്ക് രോക്കനെ കേലിയെ റോസ്ഗാർ മന്ത്രാലയ ദ്വാര കീ ഗൈ കാർവായും സെ സംബന്ധ, അതായത് ബാലവേലനെ തടയുന്നതിന് വേണ്ടി റോസ്ഗാർ മന്ത്രാലയ തൊഴിൽ മന്ത്രാലയം മുഖേന എന്തെല്ലാം നടപടികൾ എടുക്കുന്നു അതിനെക്കുറിച്ച് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. നാലാമത്തേത് മാഗി ഗൈ സൂചനാക്ക വിവരണം, കിട്ടിയ സൂചനകളുടെ വിവരണം. അതിൽ 3ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചിട്ടാണോ ക്വസ്റ്റ്യനിൽ വരുന്ന ആ ക്വസ്റ്റ്യൻ തന്നെ 3 ഇതായിട്ട് എഴുതണം. 1, 2, 3 ആയിട്ട് നിങ്ങൾ അത് എഴുതണം. ഒന്നാമത്തേത് ക്യാ ഭാരതമേ ബാലശ്രം പർ കാനൂനി രോക്ക് ഹേ, तो बालश्रम रोकने और उसके खिलाफ समाज को सचेत करने के कौन कौन से प्रावधान है. അതായത് ഭാരതത്തിൽ ബാലവേല എന്ന നിയമം തടഞ്ഞിട്ടുണ്ടോ? തോ ബാലശ്രം രോക്കിനെ, അതായത് ബാലവേലയെ തടയാനും ഉസ്കെ ഖിലാഫ് സമാജക്കോ സച്ചേത് കർണേക്ക്, അതിനെതിരായിട്ട് സമൂഹത്തെ ഉണർത്തുവാൻ വേണ്ടി കോൺസെ എന്തെല്ലാം നടപടികൾ, എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. രണ്ടാമത്തേത് മന്ത്രാലയ ദ്വാര റോസ്ഗാർ രഹകോമേ സൂചന പട്ട് ലഗ്വാനേക്ക് കോൺ സി കാർവായം ലീ ഗൈ ഹെ. അടുത്തെന്താണ് മന്ത്രാലയ മുഖേന റോസ്ഗാർ ജഹോമേ, ഓരോ സ്ഥലത്ത് ഈ സൂചനാ ബോർഡ് നിർവഹിക്കാൻ വേണ്ടി എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ബാലശ്രം കെ ബാരേ മേ
പതാ ചലനെ പർ കിസ് കാര്യാലയമേ സൂചന, അതായത് ബാലവേലനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എവിടെ നിന്നെങ്കിലും ഒരു അറിവ് കിട്ടണമെങ്കിൽ ഏത് കാര്യാലയത്തിൽ, അതായത് ഏത് മന്ത്രാലയത്തിലാണ് ഇതിനെക്കുറിച്ച് സൂചന കൊടുക്കേണ്ടത്. കാര്യാലയക്ക ദൂർഭാഷ ഉപലബ്ധ കരാ സക്തി. അപ്പോൾ ആ മന്ത്രാലയത്തിൻ്റെ, അതായത് നമ്മൾ എവിടെയാണോ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നമ്പർ, അതായത് ഫോൺ നമ്പർ നിങ്ങൾക്ക് ലഭ്യമാണോ. बालश्रम के लिए प्रेरित करने वालों को मिलने वाला अधिकतम दंड क्या है. അതായത് ബാലവേലയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന ആളുകളെ നമുക്ക് കണ്ടു കിട്ടിയാൽ അവർക്കുള്ള ശിക്ഷ എന്താണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസാണ് തൊഴിൽ മന്ത്രാലയത്തിലേക്ക് ചോദിച്ചിരിക്കുന്നത്. അവർ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കാരണം, എന്തൊക്കെ നമുക്ക് നടപടികൾ സ്വീകരിക്കാൻ, നിങ്ങൾ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 5ാമത്തെ പോയിന്റ്, സൂചന ഡാക്യ ദസ്തിമേ. സൂചന നേരിട്ടാണോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയാണോ. അപ്പോൾ ഡാക് ദ്വാര, എവിടെ അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ്. പിന്നെ താഴെ റൈറ്റ് സൈഡിൽ ഒപ്പ് വേണം പേര്, പിന്നെ തിരുവനന്തപുരം ഡേറ്റ് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ 5 പോയിൻറ്റ്സ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. എന്നിട്ട് വേണം എന്തിനെക്കുറിച്ചാണോ കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത് അതായിരിക്കണം ഇപ്പുറത്ത്, അതായത് റൈറ്റ് സൈഡിൽ എഴുതേണ്ട പോയിൻറ്റ്സ്. അപ്പോൾ ഈ 5 പോയിൻറ്റ്സ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ആവേദക നാം, डाक का पूरा पता, सूचना का विषय, मांगी गई सूचना का विवरण, सूचന, डाक या तस्തിമ. ഈ 5 പോയിൻറ്റിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് വേണം ഇപ്പുറത്ത് എഴുതുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്ന അനുസരിച്ചിട്ട് വേണം ഇപ്പുറത്തേക്ക് ആൻസർ ചെയ്യാൻ കേട്ടോ. ഇത് പത്രിക ആധാർ പർ ലിഖെ. ഇപ്പോൾ തന്ന ലെറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത്. അതിൽ പത്രമുണ്ട്, ബേച്ചനെ വാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണ് അയക്കുന്നത്. അപ്പോൾ അവിടെ ഹരിത എം, ഹരിതയാണ് അയച്ചിരിക്കുന്നത്. പാനേവാല കിട്ടുന്നത് ആരാണ്, സാർവജനിക് സൂചന അധികാരിക്കാണ് കിട്ടുന്നത്. ദിനാങ്ക് എഴുതുന്നുണ്ട്, ദിനാങ്ക് മീൻസ് ഡേറ്റ്. അവിടെ സ്ഥാൻ തിരുവനന്തപുരം. വിഷയം എന്ന് പറഞ്ഞാൽ ബാലശ്രമക്ക് രോക്കിനെ കേലിയെ റോസ്ഗാർ മന്ത്രാലയ ദ്വാര കീകി കാർവായും. അതായത് ബാലവേല തടയാൻ വേണ്ടി തൊഴിൽ മന്ത്രാലയ മുഖേന എന്തെല്ലാം നടപടി എടുത്തിട്ടുണ്ടോ അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വിഷയമായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം ആ ലെറ്ററിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, അതായത് പത്രത്തിൽ എന്തൊക്കെ പോയിൻറ്റ്സ് ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്.